ഏതായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ സ്ഥലത്തുണ്ട്. അവർ ഗവർണറോട് വാഹനത്തിലേക്ക് മടങ്ങണം എന്ന് പറയുന്നുണ്ട്. ഗവർണർ കൂട്ടാക്കുന്നില്ല. അനുനയത്തിന് വഴങ്ങാതെ അദ്ദേഹം തുടരുന്നു. കൃത്യമായി തന്നെ അദ്ദേഹം രാഷ്ട്രീയ വിമർശനം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പോലീസിന് നേരെ അദ്ദേഹം കയർക്കുമ്പോൾ നിങ്ങളുടെ ബോസ് എന്നൊരു പ്രയോഗം അദ്ദേഹം നടത്തുന്നുണ്ട്. അത് കൃത്യമായി മുഖ്യമന്ത്രി ഉദ്ദേശിച്ചാണ് എന്ന് കരുതാം. നാളുകളായി സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ നിലനിൽക്കുന്ന പോരുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നുകൂടി മുറുകി. നയപ്രഖ്യാപന പ്രസംഗം നമ്മൾ കണ്ടതാണ്. ഗവർണർ അത് 1.5 മിനിറ്റിൽ അവസാനിപ്പിച്ച് മടങ്ങുന്നു. തൊട്ടു പിന്നാലെ പക്ഷേ LDF നേതാക്കളും മന്ത്രിമാരും ഒന്നും കടുത്ത വിമർശനത്തിന് മുതിർന്നില്ല. പക്ഷേ ഇന്നലെ റിപ്പബ്ലിക് ദിന പരേഡ് നടന്ന സമയത്ത് ഗവർണർ കൈകൂപ്പുമ്പോൾ മുഖം നൽകാത്ത മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു. അതായത് ആ പോര് വീണ്ടും കനക്കുന്നു എന്നുള്ള സൂചന. ഇന്ന് രാവിലെ മന്ത്രി വി ശിവൻകുട്ടി ഗവർണർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ കൂടി പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ ആ നിലയ്ക്ക് വീണ്ടും ഗവർണർ സർക്കാർ പോര് ശക്തിപ്പെട്ടു വരുന്ന ഘട്ടത്തിലാണ് നിലമ്പൂരിൽ വെച്ച് അദ്ദേഹത്തിന് നേരെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്നത്. ഗവർണർ ക്ഷുഭിതനാകുന്നത്, വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി SFI പ്രവർത്തകർക്ക് അടുത്തേക്ക് വരുന്നത്. അപ്പോഴും SFI പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളി, സംഘീയ ഗവർണർ ഗോബാക്ക് എന്നുള്ള മുദ്രാവാക്യം വിളിയുണ്ട്. പോലീസിന് നേരെ തുടർന്ന് ഗവർണറുടെ രോഷപ്രകടനം. നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രതിഷേധത്തിന് അവസരമൊരുക്കുന്നു എന്നുള്ള ചോദ്യം. വലിയ സുരക്ഷാ വീഴ്ചയാണെന്ന് പറയുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെന്ന് പറയുന്നു. SFI പ്രവർത്തകർക്കെതിരെ നടപടി ആവശ്യപ്പെടുന്നു. പലപ്പോഴും ഇത്തരത്തിലുണ്ടാകുന്ന പ്രതിഷേധങ്ങളിൽ പ്രവർത്തകരെ കസ്റ്റഡി എടുക്കുക മാത്രമാണ് ചെയ്യാറുള്ളത്. കേസുണ്ടാകാറില്ല, മറ്റു നടപടിക്രമങ്ങളൊന്നും ഉണ്ടാകാറില്ല. ഇക്കാര്യത്തിൽ അങ്ങനെ പോരാ എന്ന് അദ്ദേഹം കർശന നിർദ്ദേശം നൽകുന്നു. അത്തരം ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഗവർണർ നിലമേലിൽ നടു റോഡിൽ ഇരുന്ന് തന്റെ പ്രതിഷേധം അറിയിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. ഗവർണറോട് മടങ്ങണം എന്നവർ ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോഴും അദ്ദേഹം വഴങ്ങുന്നില്ല. കർശന നടപടി വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. ഇപ്പോഴും ഗവർണർ പ്രതിഷേധിക്കുന്നു. അരുൺ രാജ് വിവരങ്ങളുമായി നിലവിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഗവർണർ ഇപ്പോഴും നിലപാട് ഉറച്ചു തന്നെയാണോ? അരുൺ കേൾക്കാമെങ്കിൽ. അരുണിലേക്ക് എത്താം. അരുൺ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന. അല്പസമയത്തിനകം അരുണിലേക്ക് എത്താം. ഗവർണർ ഇപ്പോഴും കുത്തിയിരുന്ന് തൻ്റെ പ്രതിഷേധം അറിയിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. SFIയുടെ പ്രതിഷേധത്തിനെതിരെ ഗവർണർ കടുത്ത നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. ഗവർണർ അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ആ ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ അവിടെയുണ്ട്. ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയാണെന്ന് തോന്നുന്നു. അരുൺ കേൾക്കാമോ? തീർച്ചയായും ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ ഗവർണറുമായി സംസാരിക്കുന്ന കാഴ്ചയാണ്. ഇക്കാര്യത്തിൽ ഗവർണർ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിഷേധം ഉണ്ടായതിനു പിന്നാലെ ഈ സമീപത്തെ കടയിൽ ഇരിക്കുന്ന കാഴ്ച ഇരിപ്പിപ്പോഴും ഗവർണർ തുടരുകയാണ്. ഈ നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ അദ്ദേഹവുമായി സംസാരിക്കുന്നതിന് ശേഷം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താം, തനിക്ക് പറയാനുള്ള കാര്യം പിന്നീട് പറയാം എന്നുള്ളതാണ് നിലവിൽ ഗവർണർ പറയുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇപ്പോഴും സ്ഥലത്ത് തുടരുന്ന കാഴ്ചയാണ്. കാരണം ഈ പ്രതിഷേധക്കാരെ പൂർണ്ണമായി ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും പോലീസിനോട് അദ്ദേഹത്തിന് വിമർശനം, ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത്തരം വലിയ ഒരു പ്രതിഷേധക്കാർ എങ്ങനെയാണ് ഈ റോഡിലേക്കടക്കം എത്തുന്നത്, നിങ്ങൾ എന്ത് സുരക്ഷയാണ് തനിക്കെതിരെ ഉയർത്തുന്നത് അല്ലെങ്കിൽ തനിക്ക് മുന്നോട്ട് തരുന്നത് എന്നുള്ള വിമർശനമാണ് ഗവർണർ ചോദിക്കുന്നത്. ഗവർണർ സംസാരിക്കുന്നത് ഈ ഗവർണർ രാജ്ഭവൻ സ്റ്റാഫിനോട് മാത്രമാണ്. ഈ രാജ്ഭവൻ സ്റ്റാഫിനോട് ഈ കാര്യങ്ങൾ അദ്ദേഹം തേടുകയാണ്. താൻ മുൻപോട്ട് വെച്ച അല്ലെങ്കിൽ തന്റെ കാര്യങ്ങളിൽ പോലീസ് എന്ത് നിലപാട് സ്വീകരിച്ചു, ഇക്കാര്യങ്ങളിൽ എന്ത് വ്യക്തതയാണ് ഇപ്പോൾ നിലവിൽ വരുത്തിയിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ നിലവിൽ പോലീസിനോട് അദ്ദേഹം തേടുന്നത്. ഈ രാജ്ഭവനിലെ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം അത് പോലീസുമായി പങ്കുവച്ച ശേഷമായിരിക്കും ഗവർണർ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുക. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ നിലമേൽ ജംഗ്ഷനിൽ ഒരു കടയ്ക്ക് മുമ്പിൽ അദ്ദേഹം ഒരു കസേരയിട്ടിരിക്കുന്ന കാഴ്ച, അത് വേറെ നേരമായി അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഈ തെരുവിൽ തന്നെ ഇതിനെ നേരിടാൻ കൂട്ടാക്കുന്നു, തെരുവിൽ തന്നെ അദ്ദേഹം നേരിടാൻ തീരുമാനമെടുക്കുന്നു. കൊട്ടാരക്കര DSP GD വിജയകുമാർ, അതുപോലെ തന്നെ ഈ കൊല്ലം റൂറൽ SP സാബു മാത്യു, അങ്ങനെ എല്ലാവരും ഇവിടെ തന്നെ തുടരുന്ന കാഴ്ചയാണ്. അദ്ദേഹവുമായി നിരവധി തവണ സംസാരിച്ചു. ഈ സംസാരിച്ച ഘട്ടത്തിലെല്ലാം തന്നെ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാട് ഈ പ്രതിഷേധക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന നടപടി തനിക്ക് വ്യക്തമാകണം, അതിനുശേഷമായിരിക്കും താൻ ഇനി മുൻപോട്ടുള്ള യാത്ര തുടരുക എന്നുള്ളതാണ്. അങ്ങനെ കടുത്ത നിലപാടിലേക്ക് ഗവർണർ പോകുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ ഗവർണറെ ഈ വിമർശനം ഉണ്ടാകുമ്പോഴും ഗവർണർ അല്ലെങ്കിൽ ഗവർണറുടെ ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ മുഴുവൻ പ്രതിഷേധക്കാരെ ഇവിടുന്ന് ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. അരുൺ രാജ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഗവർണർ രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ.
ഗവർണർ ആവശ്യമായ നിർദ്ദേശങ്ങൾ രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നു. അവരുമായി സംസാരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇക്കാര്യങ്ങളിൽ തന്റെ നിലപാട് പറയാം എന്നുള്ളതാണ് ഗവർണർ പറയുന്നത്. എന്തായാലും താൻ പറയാം, ഇക്കാര്യത്തിൽ തനിക്ക് എന്താ പറയാനുള്ളതെന്ന് പറയും എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇക്കാര്യങ്ങളിൽ അദ്ദേഹം കൂടുതൽ ഒരു വിശദീകരണം അടക്കം ഇക്കാര്യങ്ങൾ തേടുകയാണ്. താൻ സ്വീകരിച്ച നിലപാട് അതിൽ എന്താണ്, അതിൽ ഉദ്യോഗസ്ഥരുടെ നിലപാട്, അതിൽ എന്ത് നടപടി പോലീസ് സ്വീകരിച്ചു, ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ഒരു വ്യക്തത വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. ഗവർണർ രാജ്ഭവൻ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തിയിട്ടുണ്ട്. അവർ അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. വാഹനത്തിലേക്ക് മടങ്ങണം എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഗവർണർ ഇപ്പോഴും അവിടെ നിലമേലിൽ ഒരു കടയുടെ മുന്നിൽ അദ്ദേഹം ആ കസേരയിൽ തന്നെ ഇരിക്കുകയാണ്, നിലപാട് കടുപ്പിച്ചുകൊണ്ട്. SFIയുടെ പ്രതിഷേധമാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. പോലീസ് സുരക്ഷ ഒരുക്കുന്നില്ല എന്ന് അദ്ദേഹം ആരോപിക്കുന്നു.